ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് അവധിയായതുകൊണ്ട് ഇന്ന് IPO റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസ് അൺഒഫീഷ്യലായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അത് ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് കൺഫേംഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിലും ഇതിന്റെ സാധ്യത 90% മുകളിലാണ്. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി അതിന്റെ ഫ്യൂച്ചേഴ്സ് ഇന്ന് US മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്, അതിന്റെ ഒരു റാലി സൂചിപ്പിക്കുന്നത് ഈ ഡീല് ഒരു ഫൈനൽ സ്റ്റേജിലെത്തിയെന്നാണ്. അപ്പോൾ ഇന്ന് ഈവനിങ് 6:30 നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് 26,270 എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ മാർക്കറ്റിൽ നിഫ്റ്റി 26,000 കടക്കാനുള്ള ഒരു ചാൻസ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. മിഡ് നൈറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്ന് നമുക്കറിയില്ല. എങ്കിലും നിലവിലുള്ള അവസ്ഥയിൽ നാളത്തെ മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റഷ്യൻ ഓയിൽ പർച്ചേസ് അത് റെഡ്യൂസ് ചെയ്യാൻ ഇന്ത്യ തീരുമാനിച്ചെന്നും അതേപോലെ സോയാബീൻ, കോൺ പോലെയുള്ള US അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുമുള്ള അനുമതി നൽകിയതായിട്ടുമൊക്കെയാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ടിൽ വരുന്നത്. എന്നാൽ ഡയറി മേഖലയിൽ എന്താണ് അവസ്ഥ എന്നതിനെക്കുറിച്ച് കൃത്യമായ ക്ലാരിറ്റി ഇല്ല. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, ഒരു IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ ഓണർഷിപ്പ് പബ്ലിക്കിന് വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഷെയറിൻ്റെ ഒരു ഭാഗം മാർക്കറ്റിൽ ആദ്യമായി ഇറക്കുന്നതിനെയാണ് നമ്മൾ IPO എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ IPO വരുന്നതോടുകൂടി ആ കമ്പനി ഷെയർ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറുന്നു. അപ്പോൾ ആ ഷെയറുകൾ ലഭിച്ച ഇൻവെസ്റ്റേഴ്സിന് അത് ഷെയർ മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു IPO മാർക്കറ്റിൽ ഇറക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ ഷെയറുകളും റീറ്റെയിൽ കാറ്റഗറിയിൽ നൽകാതെ 50% IPO ഷെയറുകൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അഥവാ QIBക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ ആരാണ് ഈ QIB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും പബ്ലിക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമേഴ്ഷ്യൽ ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ഇവരൊക്കെയാണ് QIB കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഈ QIB ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടണമെങ്കിൽ അവർ സെബിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനികളായിരിക്കണം. ഈ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൽ തന്നെ വേറൊരു കാറ്റഗറിയാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഒരു മെയിൻ ബോർഡ് IPOയിൽ 10 കോടിക്ക് മുകളിലുള്ളവരെയാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ QIBയിൽ ഏകദേശം 60% ഇതേപോലെ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ IPO സൈസിൻ്റെ 50% QIBയിൽ, ആ 50%-ൽ തന്നെ 60% ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒന്ന് 30 മുതൽ 90 ദിവസത്തിന് മുകളിലുള്ള ഒരു ലോക്കിൻ പീരീഡ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ IPO ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സ്റ്റേക്ക് വിൽക്കാൻ സാധിക്കില്ല. 30 ദിവസത്തിന് ശേഷവും 60 ദിവസത്തിന് ശേഷവും അങ്ങനെ ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ അനുവദിച്ചിട്ടുള്ള രീതിയിൽ മാത്രമേ അവർക്ക് ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ QIB കൂടാതെ ബാക്കി വരുന്ന 50% പോകുന്നത് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിനുമാണ്. ഈ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന HNI പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിനെയാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. അതുപോലെ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ്. അവർക്ക് വേണ്ടി 35% ഈ IPO സൈസ് മാറ്റിവെക്കുക. അപ്പോൾ ഇത് സെബി നിഷ്കർഷിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 35% ഈ ഒരു IPOകളിൽ സംവരണമുണ്ട്. അതുപോലെ ഈ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിഡേഴ്സ് അഥവാ 2 ലക്ഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന HNI കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 15% സംവരണത്തിലൂടെ മാറ്റിവെച്ചത്. അങ്ങനെ മൊത്തത്തിൽ 100% IPO സൈസിൽ 50% QIBയും ബാക്കി വരുന്നത് HNIയും ഇതേപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ QIB ആ ഒരു കാറ്റഗറിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഈ 2025 വന്ന IPOകളിൽ ഏകദേശം 22,750 കോടിയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 1.22 ലക്ഷം കോടിയുടെ IPO 2025 ടോട്ടൽ ഇഷ്യൂ സൈസ് വന്നതിൽ ഏകദേശം 20%-ഓളം ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഹൗസുകളാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾ 2 വിധത്തിലാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആങ്കർ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ 15,158 കോടിയും നോൺ ആങ്കർ അഥവാ പ്യുവർ QIB എന്നുള്ള രീതിയിൽ 7,590 കോടിയുമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജനുവരി മുതൽ ഈ മിഡ് ഒക്ടോബർ വരെയുള്ള ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ വലിയ തോതിൽ IPOകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സിപ്പ് വഴി ഓരോ മാസവും 20,000 കോടിക്ക് മുകളിലുള്ള ഒരു ഫണ്ട് ഇൻഫ്ലോ ആണ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഒഴുകി വരുന്നത്. അപ്പോൾ ഇത് വലിയൊരു ലിക്വിഡിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്ക് നൽകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ 29,361 കോടിയുടെ ഒരു സിപ്പ് ഇൻഫ്ലോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ മന്ത് ഓൺ മന്തിൽ 4% വർധനമാണ് കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുള്ളത്. ഇത് റെക്കോർഡ് ഹൈ ആണ്. അപ്പോൾ ഈ വർഷം വന്നിട്ടുള്ള
ലാർജസ്റ്റ് IPOകളിലാണ് പ്രധാനമായിട്ടും ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടാറ്റ ക്യാപിറ്റൽ, HDB ഫൈനാൻഷ്യൽ സർവീസസ്, LG ഇലക്ട്രോണിക്സ്, എക്സാവയർ ടെക്നോളജീസ്, ആത്തർ എനർജി പോലെയുള്ള സ്റ്റോക്കുകളിലാണ് കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എക്സാവയർ ടെക്നോളജീസിൽ ഏകദേശം 3548 കോടിയും ആത്തർ എനർജിയിൽ 1379 കോടിയുമാണ് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണുക. അതുപോലെ ടാറ്റ ക്യാപിറ്റൽ, HDB ഫൈനാൻഷ്യൽ, LG ഇലക്ട്രോണിക്സ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഏകദേശം 1800 കോടി മുതൽ 2200 കോടി വരെ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാണാം. മറ്റൊരു മിഡ് സൈസ് IPOകളിൽ ആന്തം ബയോസയൻസിൽ 738 കോടിയും സ്കോളേഴ്സ് ബാംഗ്ലൂർ അഥവാ ലീല ഗ്രൂപ്പ് ഹോട്ടൽസിന്റെ IPO ആയിട്ടുള്ള സ്കോളേഴ്സ് ബാംഗ്ലൂരിൽ 839 കോടിയും JSW സിമെന്റിൽ 656 കോടിയുമാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 3 സ്റ്റോക്കുകൾ കൂടാതെയുള്ള മൊത്തത്തിൽ 8 സ്റ്റോക്കുകളിൽ ഏകദേശം 8000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇഷ്യൂ സൈസ് കുറവായിട്ടുള്ള ഏകദേശം 32ഓളം IPOകളിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ വലിയ ഇഷ്യൂ സൈസുള്ള IPOകളാണ് മ്യൂച്വൽ ഫണ്ടുകൾ കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ വ്യാപകമായിട്ട് IPOകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ IPOകളുടെ ആ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. കാരണം ഒരു കാലത്ത് ഇന്ത്യയിൽ IPO വിജയിക്കണമെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ശക്തമായ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായാലേ അത് ഓവർ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ ലിക്വിഡിറ്റി വർദ്ധിച്ചതിന് ശേഷം ഇപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ ആശ്രയിക്കാതെ തന്നെ IPOകളൊക്കെ വൻ വിജയമായിട്ട് മാറുന്നതായിട്ട് കാണുന്നത്. 2025 ഒരു സെക്ടറൽ ട്രെൻഡ് പോയി കഴിഞ്ഞാൽ ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്ന സ്റ്റോക്കുകളിലാണ് ഏറ്റവും അധികം മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ആകർഷിക്കപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും എക്സാവയർ ടെക്നോളജി, അതുപോലെ ആന്തം ബയോസയൻസ്, ആദിത്യ ഇൻഫോടെക് പോലെയുള്ള IPOകളിൽ 4590 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ QIB പോർഷനിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കൂടുതൽ പരിഗണന കൊടുക്കുന്നത് ഫൈനാൻഷ്യൽ സെഗ്മെന്റിലും അതുപോലെ സർവീസ് സെഗ്മെന്റിലുള്ള കമ്പനികളാണ്. ഇപ്പോൾ നമുക്ക് ടാറ്റ ക്യാപിറ്റൽ, അതുപോലെ HDB ഫൈനാൻഷ്യൽ സർവീസസ്, അതുപോലെ അർബൻകോ തുടങ്ങിയ കമ്പനികളിൽ കൂടിയിട്ട് ഏകദേശം 4480 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കാണാൻ കഴിയുന്നത്. ഇത് കൂടാതെ മ്യൂച്വൽ ഫണ്ടുകൾ കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നത് റിന്യൂവബിൾ എനർജി കമ്പനികളിലും അതുപോലെ ഗ്രീൻ എനർജി കമ്പനികളിലുമാണ്. ഇപ്പോൾ ആത്തർ എനർജി, വിക്രം സോളാർ, സാത്വിക് ഗ്രീൻ എനർജി പോലെയുള്ള 3 IPOകളിൽ ഏകദേശം 2400 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്തിട്ടുള്ളത്. മറ്റൊരു സെക്ടർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കാണുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് മെറ്റീരിയൽ സെഗ്മെന്റിലാണ്. അവിടെ JSW സിമെന്റ്, ബെൽറൈസ് ഇൻഡസ്ട്രീസ്, സ്കോളേഴ്സ് ബാംഗ്ലൂർ പോലെയുള്ള 3 IPOകളിൽ ഏകദേശം 1800 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ വ്യാപകമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ പല നിലവിലുള്ള പ്രൈവറ്റ് കമ്പനികളും അവരുടെ IPOകൾ വരാൻ വേണ്ടി അതൊരു പ്രചോദനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 200ഓളം പുതിയ IPOകൾ സെബിയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് മേജറായിട്ടുള്ള നമുക്ക് സുപരിചിതമായ പല കമ്പനികളെയും കാണാൻ പറ്റും. ഇപ്പോൾ ഗ്രോ, ഓയോ, ബോട്ട്, ബജാജ് എനർജി, സ്നാപ്ഡീൽ, സെപ്റ്റോ, ഫോൺപേ, മീഷോ, ഫ്ലിപ്കാർട്ട്, റിലയൻസ് ജിയോ, ലെൻസ്കാർട്ട്, പെയിൻ ലാബ്സ്, NSE, ഹീറോ ഫിൻകോർപ്പ്, SBI മ്യൂച്വൽ ഫണ്ട് AMC, മിൽക്കി മിസ്റ്റ്, ഹൽദിറാം സ്നാക്സ്, കെൻറ്റ് വാട്ടർ പ്യൂരിഫയർ, ICICI പ്രൊഡൻഷ്യൽ AMC, അതുപോലെ കാർദേക്കോ പോലെയുള്ള ധാരാളം കമ്പനികൾ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിൽ ധാരാളമായിട്ട് പണം ഒഴുകുകയും പ്രൈവറ്റ് കമ്പനികൾ അവരുടെ ഫണ്ട് റൈസിങ്ങിന് വേണ്ടി IPO ഒരു നല്ലൊരു മാർഗമായിട്ട് കാണുകയും അപ്പോൾ ഇത് സുവർണാവസരമാണെന്ന് കരുതിയിട്ട് IPOകൾ ധാരാളമായിട്ട് വരികയും ചെയ്യുന്ന ഒരു അവസരമാണ് ഇപ്പോൾ കാണുന്നത്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവരുടെ ഈ ഒരു എക്സസ് ആയിട്ടുള്ള ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടും അവരും ഇതിനെ കാണുകയാണ്. അങ്ങനെ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇക്കോ സിസ്റ്റത്തിൽ IPOകൾ വമ്പിച്ച ഡിമാൻഡാണ് വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിലും IPOകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരിക്കും നമ്മുടെ മാർക്കറ്റ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.